പാരഡി ഇറങ്ങിയാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്ന കോൺഗ്രസുകാരോട് ചരിത്രം ഓർമ്മിപ്പിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധേയമാകുകയാണ്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ 1994 ശതാഭിഷേകം എന്ന നാടകം ആകാശവാണി പ്രക്ഷേപണം ചെയ്തപ്പോഴുണ്ടായ പുലിവാലുകൾ ഓർമ്മയുണ്ടോ എന്ന് തുടങ്ങുന്നതാണ് ആ പോസ്റ്റ്. കാര്യം കുറച്ച് പുറകിലേക്ക് പോകേണ്ടി വരുമെങ്കിലും അന്ന് അതിന്റെ പേരിൽ കവിയും ആകാശവാണി ഉദ്യോഗസ്ഥനുമായ എസ് രമേശൻ നായരെ കേന്ദ്ര മന്ത്രാലയം ആൻഡമാൻ ദ്വീപിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത സംഭവം ഈ അവസരത്തിൽ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. ആ റേഡിയോ നാടകത്തിലെ രണ്ട് പ്രധാന കഥാപാത്രങ്ങളായിരുന്നു ഈ പ്രശ്നത്തിന് തുടക്കമിട്ടത്. ഒരാൾ കിട്ടുവമ്മാവനും മറ്റൊരാൾ കിങ്ങിണിക്കുട്ടനും. കെ മുരളീധരനെ കളിയാക്കാൻ എ ഗ്രൂപ്പുകാർ കിങ്ങിണിക്കുട്ടൻ എന്ന കഥാപാത്രത്തെ ഉപയോഗിച്ചു എന്നതായിരുന്നു പ്രശ്നത്തിന് തുടക്കം. ആ ഹാസ്യ നാടകത്തിന്റെ സ്വീകാര്യത കണ്ട് ജനങ്ങൾ കത്തിലൂടെ നാടകം വീണ്ടും പ്രക്ഷേപണം ചെയ്യാൻ ആകാശവാണിയോട് ആവശ്യപ്പെട്ടു. നാടകത്തിന്റെ ടേപ്പുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഹാജരാക്കണമെന്ന് ആകാശവാണി അധികൃതർക്ക് ഇതോടെ നിർദ്ദേശം പോയി. എന്നാൽ വാർത്ത പുറത്തായതോടെ മുഖ്യമന്ത്രി തന്നെ അത് നിഷേധിച്ചു. നാടകം വീണ്ടും ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന കെ കരുണാകരന്റെ ആവശ്യം ആകാശവാണി അധികൃതർ കേട്ടില്ല. നാടകം റീടെലികാസ്റ്റ് ചെയ്തതിന് എസ് രമേശൻ നായരെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് അന്ന് പ്രതികാരം തീർത്തത്. അതുകൊണ്ടും തീർന്നില്ല. ചരിത്രം അപ്പാടെ മറന്നവരെ മറ്റൊരു സംഭവം കൂടി ഓർമ്മിപ്പിക്കാം. കോൺഗ്രസ് നേതാവും കരുണാകരന്റെ വിശ്വസ്തനുമായ വനംവകുപ്പ് മന്ത്രി കെ ജി അടിയോടിയുടെ വനം കൊള്ള സംബന്ധിച്ച് ഒരു മലയാള പത്രത്തിൽ റിപ്പോർട്ട് വന്നു. തൊട്ടു പിന്നാലെ 1973 ചൂഴി എന്ന ചിത്രത്തിനു വേണ്ടി പൂവച്ചൽ ഖാദർ ഒരു പാട്ടെഴുതി. കാട്ടിലെ മന്ത്രി കൈക്കൂലി വാങ്ങാൻ കയ്യൊന്ന് നീട്ടൂരാമ, നാട്ടിലിറങ്ങി വോട്ട് പിടിക്കാൻ വേഷം കെട്ടൂരാമ, നല്ല വേഷം കെട്ടൂരാമ, ഇതായിരുന്നു വരികൾ. MS ബാബുരാജ് സംഗീതം നൽകിയ ഫോക്ക് ടച്ച് ഉള്ള ആ ഗാനം CPIMന്റെ പൊതുയോഗങ്ങളിലെല്ലാം മുഴങ്ങി. ഇതോടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പാട്ടിന് അപ്രഖ്യാപിത വിലക്ക് പുറപ്പെടുവിച്ചു. ഇന്ന് ഒരു പ്രധാന നേതാവ് വളരെ ലാഘവത്തോടെ കെ കരുണാകരനെതിരെ ഇപ്പോൾ വിവാദമായ ട്യൂണിൽ പാട്ടുണ്ടാക്കി അത് കൈരളി പ്രക്ഷേപണം ചെയ്തു എന്ന് പറഞ്ഞു. 15 കൊല്ലം മുൻപ് മരിച്ചുപോയ കരുണാകരനെതിരെ 11 കൊല്ലം മുമ്പ് CPIM പാട്ടുണ്ടാക്കി അത് കൈരളി പ്രക്ഷേപണം ചെയ്തു എന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കുമോ? നാദിർഷ ദിലീപ് കൂട്ടുകെട്ടിൽ ഓണക്കാലത്ത് പതിവായി ഇറങ്ങിയിരുന്ന ദേ മാവേലി കൊമ്പത്ത് എന്ന പഴയകാല ഹിറ്റ് പാരഡി കാസറ്റിലാണ് മന്ത്രിയെ പയ്യെ പോ മന്ത്രിയെ എന്ന പാട്ട് ആദ്യമായി വരുന്നത്. പിന്നീട് നാദിർഷ തന്നെ അതേ ഗാനം പാടിയിട്ടുമുണ്ട്. കൈരളി അടക്കം പല ചാനലുകളും ഈ ഗാനം പ്രക്ഷേപണം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ CPIM ആണ് ഗാനമുണ്ടാക്കിയത് എന്നത് ശുദ്ധ കളവാണ്. സൈമൺ ജെ നവോദി എന്ന കാസറ്റ് നിർമ്മാതാവാണ് ഈ പാരഡി പാട്ടിന്റെയും നിർമ്മാതാവ്. ദിലീപ്, അമ്പി, നാദിർഷ എന്നിവരാണ് ഈ പാട്ടിന്റെ അണിയറയിലുണ്ടായത്. ഈ വസ്തുതകൾ മറച്ചുവെക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തോടെയാണ് പോസ്റ്റ് അവസാനിക്കുന്നത്.